കർണാടകയിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വീണ്ടും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള പോര് മുറുകുകയാണ്. കോൺഗ്രസ് സർക്കാരിന്റെ 5 വർഷ കാലാവധിയുടെ പകുതി പിന്നിട്ടതോടെയാണ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ആഭ്യന്തര തർക്കം വീണ്ടും സജീവമായിരിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള അധികാര വടംവലിക്ക് വിരാമമിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നവംബർ 20-ന് കോൺഗ്രസ് സർക്കാർ കൃത്യം 2.5 വർഷം പൂർത്തിയാക്കി. സർക്കാരിന്റെ ഈ ഫസ്റ്റ് ഹാഫ് എത്തിയതോടെയാണ് കർണാടകയുടെ ഭരണചക്രം ഇനി ആര് തിരിക്കുമെന്ന ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തമായത്. സർക്കാർ അധികാരമേറ്റ സമയത്ത് DK ശിവകുമാറിന് 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പദം നൽകുമെന്ന് കോൺഗ്രസ് രഹസ്യമായി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന അഭ്യൂഹം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാകുമോ അതോ സിദ്ധരാമയ്യ തന്നെ തുടരുമോ എന്നതിലാണ് നിലവിലെ തർക്കങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഇടപെടലുകൾ തുടങ്ങി. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഡിസംബർ 1-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദങ്ങൾ ഹൈക്കമാൻഡിൽ ചെലുത്തുന്നുണ്ട് എന്നാണ് സൂചന. എന്നാൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ലക്ഷ്യമിട്ടാണ്. DK ശിവകുമാറിന് രാഹുൽ ഒരു വാട്സ്ആപ്പ് സന്ദേശം അയച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദയവായി കാത്തിരിക്കുക, ഞാൻ നിങ്ങളെ വിളിക്കാം എന്നാണ് രാഹുലിന്റെ സന്ദേശം. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നേരിട്ടുള്ള ഇടപെടൽ ശിവകുമാറിന്റെ പ്രതീക്ഷകൾക്ക് താൽക്കാലികമായി ഒരു തടയിടാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ തർക്കങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ശിവകുമാർ തയ്യാറായില്ല. പാർട്ടി വിഷയങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്, മാധ്യമങ്ങളിലല്ല. ഞങ്ങളെല്ലാം കോൺഗ്രസ് ഗ്രൂപ്പിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, മറ്റു ഗ്രൂപ്പുകളില്ല. ഭരണഘടന സംരക്ഷിക്കുക, പാർട്ടിയുടെ പതാക ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരും ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു ആശയക്കുഴപ്പവുമില്ല എന്നാണ് ശിവകുമാർ വ്യക്തമാക്കിയത്. തന്റെ 140 MLA-മാരുടെ ശക്തിയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം സിദ്ധരാമയ്യയും മറ്റ് നേതാക്കളും ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആകട്ടെ, മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിനൊപ്പം നിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സിദ്ധരാമയ്യയുടെ പക്ഷം പറയുന്നത് താൻ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ തുടരും എന്നാണ്. നേതൃത്വമാറ്റം സംബന്ധിച്ച ഏത് തീരുമാനവും പാർട്ടി ഹൈക്കമാൻഡിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അധികാരത്തിന്റെ പകുതി വഴിയിൽ മാറ്റമുണ്ടാകുമോ അതോ സിദ്ധരാമയ്യ തുടരുമോ? നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ MLA-മാരുടെ പിന്തുണ, ഭരണത്തിലെ സ്ഥിരത എന്നിവ കണക്കിലെടുത്ത് സിദ്ധരാമയ്യയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കം ലഭിക്കാൻ സാധ്യത. MLA-മാരുടെ ഭൂരിപക്ഷത്തെ ഹൈക്കമാൻഡ് പരിഗണിക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യ തുടരും. എന്നാൽ DK ശിവകുമാറിന് നൽകിയിരിക്കാൻ സാധ്യതയുള്ള രഹസ്യ വാഗ്ദാനവും രാഹുൽ ഗാന്ധി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട സന്ദേശവും സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാം.